പുലിമുരുകൻ സിനിമയിലൂടെ ശ്രദ്ധേയമായ പൂയംകുട്ടിൽ പ്രദേശവാസികൾക്ക് ഭീഷണിയുമായ കാട്ടാനകളുടെ വിളയാട്ടം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷിയിടങ്ങളും സമീപത്തെ കുരിശുപള്ളിയും തകർത്തു. സുരക്ഷ ഒരുക്കുമെന്ന അധികൃതർ നിലപാട് തള്ളി പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് കോതമംഗലം താലൂക്കിലെ മലയോര ജനത. പശ്ചിമഘട്ട വനമേഖലയായതിനാൽ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള പൂയംകുട്ടി കാടുകളോട് ചേർന്നുള്ള ജനവാസ മേഖലകളിലാണ് പ്രധാനമായും കാട്ടാനക്കൂട്ടം അഴിഞ്ഞാടുന്നത്. ആദിവാസി മേഖലയായ കുട്ടമ്പുഴ പഞ്ചായത്തിലും ജില്ലയിലെ കിഴക്കൻ മേഖലകളിലെ വനാതിർത്തി ഗ്രാമങ്ങളിലും കാട്ടാന ശല്യം രൂക്ഷമാണ്. കനത്ത ചൂടും കാലാവസ്ഥാ വ്യതിയാനവും മൂലം കാടിറങ്ങുന്ന വന്യജീവികൾ പലപ്പോഴും പ്രദേശവാസികൾക്ക് ഭീഷണിയാകാറുണ്ട്. കഴിഞ്ഞ ദിവസം പൂയംകുട്ടി മണികണ്ഠഞ്ചാലിന് സമീപം സ്ഥിതി ചെയ്യുന്ന യാക്കോബായ പള്ളിയുടെ കുരിശിൻതൊട്ടിയും സമീപത്തെ കൃഷിയിടങ്ങളും കാട്ടാനക്കൂട്ടം തകർത്തിരുന്നു. രാപ്പകൽ വ്യത്യാസമില്ലാതെ വനാതിർത്തി വിട്ട് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് പ്രദേശവാസികളെ ഭീതിയിലാക്കിയിട്ടുണ്ട്. വരുംകാലങ്ങളിൽ ഇതൊരു വലിയ വിപത്തായിട്ട് ഇനി വരാൻ പോവുകയാണ്. അപ്പോൾ പ്രകൃതി സംരക്ഷിക്കപ്പെടണം, ഒപ്പം മനുഷ്യൻ്റെ ജീവനും സംരക്ഷിക്കപ്പെടണം. ഈ രണ്ട് കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. വന്യജീവികളെ പ്രതിരോധിക്കാൻ വനം വകുപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ഫണ്ടില്ലെന്ന കാരണവും നിയമപ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി പദ്ധതികൾ വൈകിപ്പിക്കുകയാണ് പതിവ്. വന്യജീവി സംരക്ഷണത്തിന്റെ മറവിൽ വനാന്തർ ഭാഗത്തു നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വനപാലകരുടെ നിലപാടുകളും സംശയത്തിന്റെ നിഴലിലാണ്. മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാനും അതുപോലെ തന്നെ നിയമ നടപടിക്കും ആവശ്യമെങ്കിൽ സമരപരിപാടികൾക്കും ഒക്കെ ആയിട്ടുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിന് ആവശ്യമായ പണം തരേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഇതിലേക്ക് തരാൻ സന്നദ്ധത കാണിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിയുന്നത്. അതേസമയം വനം വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തട്ടേക്കാട് ചേർന്ന അവലോകന യോഗത്തിൽ പ്രദേശവാസികൾ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ലക്ഷങ്ങൾ അട്ടിമറിക്കുന്ന വൈദ്യുത വേലിക്ക് പകരം കാര്യക്ഷമമായ സുരക്ഷാ മതിലുകളും ട്രെഞ്ചുകളും സ്ഥാപിച്ച് വന്യജീവികൾക്കൊപ്പം ജനജീവിതവും സുരക്ഷിതമാക്കണമെന്ന നിർദ്ദേശമാണ് പ്രദേശവാസികൾ മുമ്പോട്ട് വെച്ചത്. നിയമങ്ങളും നിയന്ത്രണങ്ങളും കാറ്റിൽ പറത്തി സംരക്ഷിത വനത്തിൽ ഒരു ബിഗ് ബജറ്റ് ചിത്രീകരണത്തിന് അവസരം നൽകിയ വനം വകുപ്പ് തന്നെയാണ് ഈ ജനങ്ങളുടെ സുരക്ഷിത ജീവിതത്തിനും തടസ്സം നൽകുന്നത്. മണികണ്ഠഞ്ചാലിൽ നിന്നും ക്യാമറമാൻ നിസാറിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം സിജോ വർഗീസ്, ജീവൻ ന്യൂസ്.